സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിങ്ക്രോണസ് മെഷീൻസ് ആണ്. സിങ്ക്രോണസ് മെഷീൻസ് എന്ന് പറയുമ്പോൾ അതിൽ സിങ്ക്രോണസ് മോട്ടേഴ്സും സിങ്ക്രോണസ് ജനറേറ്റേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഇനി സിങ്ക്രോണസ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പവറിനെ AC ഇലക്ട്രിക്കൽ പവറാക്കി കൺവേർട്ട് ചെയ്യുന്ന മെഷീനെയാണ് സിങ്ക്രോണസ് ജനറേറ്റർ എന്ന് പറയുന്നത്. സിങ്ക്രോണസ് ജനറേറ്ററിനെ ഓൾട്ടർനേറ്റർ എന്നും പറയും. സെയിം മെഷീൻ ഒരു മോട്ടറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ സിങ്ക്രോണസ് മോട്ടർ എന്ന് പറയും. വേൾഡിലുള്ള മോസ്റ്റ് ഇലക്ട്രിക് പവർ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നത് സിങ്ക്രോണസ് ജനറേറ്റേഴ്സ് ആണ്. ഈ സിങ്ക്രോണസ് മെഷീൻ എന്ന് പറഞ്ഞാൽ ആ മെഷീൻ്റെ ഓപ്പറേഷൻ ഈ പറയുന്ന ഫോർമുല അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. NS = 120 × F / P. NS എന്ന് പറയുന്നത് മെഷീൻ്റെ സിങ്ക്രോണസ് സ്പീഡാണ്. സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സ്റ്റേറ്റർ വൈൻഡിങ് ഓഫ് ദി മോട്ടർ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് ഓഫ് റെവല്യൂഷൻ ആണ് സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത്. അതിനെ റെവല്യൂഷൻ പെർ മിനിറ്റ് RPM-ലാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. F എന്ന് പറഞ്ഞാൽ സപ്ലൈ ഫ്രീക്വൻസി, P മെഷീൻ്റെ നമ്പർ ഓഫ് പോൾസ്. സോ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. F എന്തായിരിക്കും? NS × P / 120. ഇനി നമുക്ക് സിങ്ക്രോണസ് മെഷീൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെന്ന് വയ്ക്കുക. സോ ആ സമയത്ത് എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും മെയിൻ ഫീൽഡിൻ്റെയും ഇൻറ്ററാക്ഷൻ കാരണം കണ്ടക്ടറിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ആവും. അത് കാരണം ടോർക്ക് പ്രൊഡ്യൂസ് ആവും. ഇതാണ് സിങ്ക്രോണസ് മെഷീൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. ഇനി സിങ്ക്രോണസ് മെഷീൻ എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റേഴ്സും സിങ്ക്രോണസ് മോട്ടേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ആദ്യം നമുക്ക് ഓൾട്ടർനേറ്റർ എന്താണെന്ന് നോക്കാം. ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന മെഷീൻ. അതായത് ഇലക്ട്രിക്കൽ എനർജി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫോമിലായിരിക്കും, AC ഫോമിലായിരിക്കും. അതിനെയാണ് ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. മെഷീൻ വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് കോൾഡ് ആസ് എൻ ഓൾട്ടർനേറ്റർ. ഓക്കെ, മെക്കാനിക്കൽ എനർജിയെ AC ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന മെഷീനെയാണ് ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. അതിനെ സിങ്ക്രോണസ് ജനറേറ്റേഴ്സ് എന്നും പറയും. കമേഴ്ഷ്യൽ പർപ്പസിലേക്ക് വേണ്ടിയിട്ടുള്ള ബൾക്ക് AC പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഓൾട്ടർനേറ്റേഴ്സ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഇനി തെർമൽ പവർ പ്ലാന്റ്സ്, ഹൈഡൽ പവർ പ്ലാന്റ്സ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, ഈ പറയപ്പെടുന്ന പവർ പ്ലാന്റ്സിലൊക്കെ ഓൾട്ടർനേറ്റേഴ്സ് യൂസ് ചെയ്താണ് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നത്. പവർ സിസ്റ്റത്തിലേക്ക് വേണ്ടി സപ്ലൈ കൊടുക്കാനായിട്ട് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാൻ എല്ലാ പവർ പ്ലാന്റ്സിലും ഓൾട്ടർനേറ്റേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഓട്ടോമേറ്റീവ് ഓൾട്ടർനേറ്റേഴ്സ്, ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഓൾട്ടർനേറ്റേഴ്സ്, മെറൈൻ ഓൾട്ടർനേറ്റേഴ്സ്, ബ്രഷ്ലെസ് ഓൾട്ടർനേറ്റേഴ്സ്, റേഡിയോ ഓൾട്ടർനേറ്റേഴ്സ്. ഓരോന്നും എന്തെന്നാണെന്ന് നോക്കാം. ഓട്ടോമേറ്റീവ് ഓൾട്ടർനേറ്റേഴ്സ് മോഡേൺ ഓട്ടോമൊബൈൽസിലാണ് യൂസ് ചെയ്യുന്നത്. ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഓൾട്ടർനേറ്റേഴ്സ് ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ്സിൽ യൂസ് ചെയ്യുന്നു. മെറൈൻ ഓൾട്ടർനേറ്റേഴ്സ് മെറൈൻ ആപ്ലിക്കേഷൻസിന്. ബ്രഷ്ലെസ് ഓൾട്ടർനേറ്റേഴ്സ് യൂഷ്വലി പവർ ജനറേഷൻ പ്ലാന്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു മെയിൻ സോഴ്സ് ഓഫ് പവർ ആണ്. റേഡിയോ ഓൾട്ടർനേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ലോ ബാൻഡ് റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ്. ഇനി കൺസ്ട്രക്ഷൻ നോക്കാം. സോ ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ നോക്കുവാണെങ്കിൽ ഏതൊരു മെഷീനെ പോലെയും രണ്ട് പാർട്ടുണ്ട്. സ്റ്റേഷനറി പാർട്ടും റൊട്ടേറ്റിംഗ് പാർട്ടും. സ്റ്റേഷനറി പാർട്ടിനെ സ്റ്റേറ്റർ എന്ന് പറയും, റൊട്ടേറ്റിംഗ് പാർട്ടിനെ റോട്ടർ എന്ന് പറയും. ആദ്യം നമുക്ക് സ്റ്റേറ്ററിനെ കുറിച്ച് നോക്കാം. സ്റ്റേറ്റർ സ്റ്റേഷനറി പാർട്ടാണ്.
സോ അതിലുള്ള സ്റ്റേറ്ററിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റർ ഫ്രെയിം ഔട്ടർ മോസ്റ്റ് ആണ്, പിന്നെ സ്റ്റേറ്റർ കോർ, സ്റ്റേറ്റർ വൈൻഡിങ്, പിന്നെ കൂളിംഗ് അറേഞ്ച്മെൻറ്റ്. സ്റ്റേറ്റർ കോർ സിലിക്കോൺ സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി സ്റ്റാമ്പിങ്സ് ഉണ്ടായിരിക്കും. സ്റ്റാമ്പിങ്സ് എല്ലാം ഇൻസുലേറ്റ് ചെയ്തിരിക്കും, ഒന്നിനൊന്ന് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനൊരു പാത്ത് പ്രൊവൈഡ് ചെയ്യുക, അതുമാത്രമല്ല സ്റ്റേറ്റർ വൈൻഡിങ്ങിനെ അക്കോമഡേറ്റ് ചെയ്യുക. ഇത്രയുമാണ് സ്റ്റേറ്റർ കോർ ചെയ്യുന്നത്. അടുത്ത് നമുക്ക് റോട്ടാറിനെ കുറിച്ച് നോക്കാം. റോട്ടാർ യൂഷ്വലി 2 ടൈപ്പ് ഓഫ് റോട്ടാർ കൺസ്ട്രക്ഷനാണ്. അതിനനുസരിച്ച് നമുക്ക് ഓൾട്ടർനേറ്റേഴ്സിനെ റോട്ടാർ കൺസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് സാലിയൻ പോൾ ടൈപ്പ് എന്നും സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ആദ്യം നമുക്ക് സാലിയൻ പോൾ ടൈപ്പിനെ കുറിച്ച് നോക്കാം. സാലിയൻ പോൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോൾസ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കും. ഇതുപോലെ, ഇത് സാലിയൻ പോൾ ഓൾട്ടർനേറ്റർ ആണ്. ഇവിടെ കാണാം പോൾസ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രൊജക്റ്റഡ് പോൾ ടൈപ്പ് ഓൾട്ടർനേറ്റർ എന്നും പറയാം. സോ സാലിയൻ പോൾ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സിലാണ്. ലാർജ് നമ്പർ ഓഫ് പ്രൊജക്റ്റിംഗ് പോൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെ കോഴ്സ് ഒരു മാഗ്നറ്റിക് വീലിൽ ബോൾട്ട് ചെയ്തിരിക്കും. സോ ആ മാഗ്നറ്റിക് വീൽ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടായിരിക്കും കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു സാലിയൻ ഫീച്ചർ, സാലിയൻ പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് പോൾ റോട്ടറിൻ്റെ ഒരു സാലിയൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ കൂടുതലായിരിക്കും, ലാർജ് ഡയമീറ്റർ ആയിരിക്കും. അതിൻ്റെ ആക്സിയൽ ലെങ്ത് ഷോർട്ടായിരിക്കും. ഒരു വലിയ വീലിൻ്റെ ഒരു അപ്പിയറൻസ് പോലെ ആയിരിക്കും. ഒരു വീല് പോലെ ആയിരിക്കും അതിൻ്റെ അപ്പിയറൻസ് കാണപ്പെടുന്നത്, ഒരു വലിയ വീല് പോലെ ആയിരിക്കും. ഓക്കെ, എയർ ഗ്യാപ്പ് നോൺ യൂണിഫോം ആയിരിക്കും. ഓക്കെ, പോൾ സെൻറ്റേഴ്സിൽ എയർ ഗ്യാപ്പ് മിനിമൈസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മിനിമം ആണ്. ഇൻ ബിറ്റ്വീൻ പോൾസിൽ എയർ ഗ്യാപ്പ് മാക്സിമം ആയിരിക്കും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോ ആൻഡ് മീഡിയം സ്പീഡ് ടർബൈൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ഹൈഡൽ പവർ പ്ലാന്റ്സ്. സോ ഹൈഡൽ പവർ പ്ലാന്റ്സിൽ സാലിയൻ പോൾ ടൈപ്പ് ഓൾട്ടർനേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലാർജ് ഡയമീറ്റർ, ഷോർട്ട് ആക്സിയൽ ലെങ്ത്, ലോ ഓർ മീഡിയം സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. അടുത്ത നെക്സ്റ്റ് ടൈപ്പ് നോക്കാം, സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ്. ഇതിനെ നോൺ സാലിയൻ പോൾ ടൈപ്പ് എന്നും പറയാം. കാരണം പ്രൊജക്റ്റിംഗ് പോൾസ് ഒന്നുമില്ല, പോൾസ് പ്രൊജക്റ്റ് ചെയ്തിരിക്കില്ല. സോ ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റീം ടർബൈൻ ഓർ ഗ്യാസ് ടർബൈൻ ഡ്രിവൺ ഓൾട്ടർനേറ്റേഴ്സ് ആണ്. റോട്ടർ എന്ന് പറയുന്നത് ഹൈ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേസമയം സാലിയൻ പോൾ ലോ അല്ലെങ്കിൽ മീഡിയം സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്മൂത്ത് സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ നോൺ സാലിയൻ പോൾ ടൈപ്പ് ഹൈ സ്പീഡ് ടർബോ ജനറേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോട്ടാറിലുള്ള എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു സ്മൂത്ത് സോളിഡ് ഫോർജ്ഡ് സ്റ്റീൽ സിലിണ്ടർ. റോട്ടാർ അല്ലെങ്കിൽ റോട്ടാറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ സിലിണ്ടറാണ്. സിലിണ്ടറിൽ സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. അതായത് ഈക്വൽ ഇൻ്റർവെൽസ് അല്ലെങ്കിൽ ഇൻ്റർവെൽസിൽ അത് മിൽ ഔട്ട് ചെയ്തിരിക്കും. അതിൻ്റെ ഫിഗർ ഇതാണ് നോൺ സാലിയൻ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് പോൾ ടൈപ്പ്. ഇവിടെ റോട്ടാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2 പോൾ അല്ലെങ്കിൽ 4 പോളിലേക്കാണ്. അതായത് 2 അല്ലെങ്കിൽ 4 പോൾസ് ആണ് യൂഷ്വലി കാണപ്പെടുന്നത്. ആക്സിയൽ ലെങ്ത് കൂടുതലായിരിക്കും, ഡയമീറ്റർ ലെസ് ആയിരിക്കും. സോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2 അല്ലെങ്കിൽ 4 പോളിലേക്കാണ്. അതിൻ്റെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 36,000 RPM. 2 പോൾ ആണെങ്കിൽ 36,000 RPM, 4 പോൾസ് ആണെങ്കിൽ 1,800 RPM ആണ്. സോ ഹൈ സ്പീഡ് മെഷീൻസിലാണ് യൂസ് ചെയ്യുന്നത്. ആക്സിയൽ ലെങ്ത് കൂടുതലും ഡയമീറ്റർ ലെസ്സുമാണ്. ഇനി യൂണിഫോം എയർ ഗ്യാപ്പാണ്. ആദ്യത്തതിനെ കമ്പയർ ചെയ്യുമ്പോൾ എയർ ഗ്യാപ്പ് യൂണിഫോം ആണ്. അത് കാരണം ഓപ്പറേഷൻ ഒരല്പം നോയ്സ് കുറവായിരിക്കും. എയർ ഗ്യാപ്പ് യൂണിഫോം ആയതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നോയ്സ് കുറവായിരിക്കും. ഇനി സിലിണ്ടറിക്കൽ സിങ്ക്രോണസ് റോട്ടാർ സിങ്ക്രോണസ് ജനറേറ്റേഴ്സിനെ ടർബോ ഓൾട്ടർനേറ്റേഴ്സ് അല്ലെങ്കിൽ ടർബോ ജനറേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, നോൺ സാലിയൻ പോൾ ടൈപ്പ് അല്ലെങ്കിൽ സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് സിങ്ക്രോണസ് ജനറേറ്റേഴ്സിനെ ടർബോ ഓൾട്ടർനേറ്റേഴ്സ് അല്ലെങ്കിൽ ടർബോ ജനറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സോ
ഈ റോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറവായിരിക്കും, ഡയമീറ്റർ കുറവായിരിക്കും, ഹൈ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, ആക്സിയൽ ലെങ്ത് കൂടുതലായിരിക്കും, ലോസസ് കുറവായിരിക്കും, നോയ്സും കുറവായിരിക്കും. സോ ഇതാണ് പ്രൊജക്റ്റഡ് പോൾ ടൈപ്പ്. ഇത് സ്മൂത്ത് സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ നോൺ പ്രൊജക്റ്റഡ് പോൾ ടൈപ്പ്. അപ്പോൾ ഇവിടെ പോൾസ് ആർ പ്രൊജക്റ്റഡ്, ഇവിടെ പ്രൊജക്ഷൻ ഇല്ല, ഇവിടെ നോൺ പ്രൊജക്റ്റിംഗ് ആണ്. ഈ കേസിൽ എയർ ഗ്യാപ്പ് നോൺ യൂണിഫോം ആയിരിക്കും, കാരണം ഇവിടെ വ്യത്യാസമായിരിക്കും, ഇവിടെ വ്യത്യാസമായിരിക്കും. എയർ ഗ്യാപ്പ് നോൺ യൂണിഫോം ആയിരിക്കും, ഇവിടെ എയർ ഗ്യാപ്പ് സെയിം ആയിരിക്കും. കാരണം സ്മൂത്ത് സിലിണ്ടറിക്കൽ പെരിഫറി ഉള്ളത് കൊണ്ട് ഇതിൽ എയർ ഗ്യാപ്പ് യൂണിഫോം ആയിരിക്കും. ഈ കേസിൽ ഡയമീറ്റർ കൂടുതലും ആക്സിയൽ ലെങ്ത് കുറവും, ഈ കേസിൽ ഡയമീറ്റർ കുറവും ആക്സിയൽ ലെങ്ത് കൂടുതലും. പ്രൊജക്റ്റഡ് പോൾ ടൈപ്സ് മെക്കാനിക്കലി വീക്കായിരിക്കും, ഇത് മെക്കാനിക്കലി റോബസ്റ്റ് ആയിരിക്കും. ഇനി ലോ സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് ഒരു 125 to 300 RPM. ഇവിടെയാണെങ്കിലോ ഹൈ സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സ് അറൗണ്ട് 1500 RPM മുതൽ അങ്ങോട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രൈമോർ, പ്രൊജക്റ്റഡ് പോൾ ടൈപ്പിൻ്റെ പ്രൈമോർ എന്ന് പറയുന്നത് വാട്ടർ ടർബൈൻ IC എൻജിൻസ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീം ടർബൈനാണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റേഷനറി വൈൻഡിങ് ആർമേച്ചറും റൊട്ടേറ്റിംഗ് ഫീൽഡ് സിസ്റ്റത്തിൻ്റെയും അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഓൾട്ടർനേറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത, ഓൾട്ടർനേറ്റേഴ്സ് DC മെഷീൻ പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആർമേച്ചർ സ്റ്റേഷനറിയും ഫീൽഡ് റൊട്ടേറ്റിങ്ങും. ജനറേറ്ററിന് എങ്ങനെയാണ് ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിക്കേ. ജനറേറ്ററിന് ആർമേച്ചർ റൊട്ടേറ്റിങ്ങും ഫീൽഡ് സ്റ്റേഷനറിയുമായിരുന്നു. അതേസമയം ഓൾട്ടർനേറ്റേഴ്സ് അല്ലെങ്കിൽ AC ജനറേറ്റേഴ്സിന്, DC ജനറേറ്ററാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആർമേച്ചർ റൊട്ടേറ്റിങ്ങും ഫീൽഡ് സ്റ്റേഷനറിയുമാണ്. AC ജനറേറ്റർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിന് ആർമേച്ചർ സ്റ്റേഷനറിയും ഫീൽഡ് സിസ്റ്റം റൊട്ടേറ്റിങ്ങുമാണ്. സോ ഈ എന്തുകൊണ്ടാണ് ഈ സ്റ്റേഷനറി ആർമേച്ചർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആർമേച്ചർ കോയിൽസിൻ്റെ ഇൻസ്റ്റലേഷൻ ഈസിയാണ്, സ്റ്റേഷനറി ആർമേച്ചർ കോയിൽസിൻ്റെ ഇൻസ്റ്റലേഷൻ ഈസിയാണ്. പെരിഫറൽ സ്പീഡ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. സ്ലിപ്പ് റിംഗ് മാത്രം മതിയാവും. സ്റ്റേഷനറി ആർമേച്ചറിൽ നിന്ന് ഔട്ട്പുട്ട് കളക്ട് ചെയ്യുക വളരെ ഈസിയാണ്. ഇനി ഹയർ വോൾട്ടേജിലേക്ക് നമുക്ക് സ്റ്റേഷനറി ആർമേച്ചർ യൂസ് ചെയ്യാം. ആർമേച്ചർ സ്റ്റേഷനറി ആണെങ്കിൽ നമുക്ക് റോട്ടാറിലേക്ക് സ്ലിപ്പ് റിംഗ് വഴി ലോ വോൾട്ടേജ് എക്സൈറ്റേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് സ്റ്റേഷനറി ആർമേച്ചറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ ഓൾട്ടർനേറ്റേഴ്സിൽ ആർമേച്ചർ സ്റ്റേഷനറി ആയിരിക്കും, ഫീൽഡ് റൊട്ടേറ്റിംഗ് ആയിരിക്കും, ഫീൽഡ് സിസ്റ്റം റൊട്ടേറ്റിംഗ് ആയിരിക്കും. അതേസമയം DC ജനറേറ്ററിൽ നേരെ തിരിച്ചാണ്, ആർമേച്ചർ റൊട്ടേറ്റിങ്ങും ഫീൽഡ് സ്റ്റേഷനറിയും ആയിരിക്കും. ഓക്കെ, ഇനി ഓൾട്ടർനേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓൾട്ടർനേറ്ററിൽ ആർമേച്ചർ സ്റ്റേഷനറിയും ഫീൽഡ് റൊട്ടേറ്റിങ്ങും ആയിരിക്കും. ഇനി EMF ഇക്വേഷൻ നോക്കാം. ഇതാണ് ഓൾട്ടർനേറ്ററിൻ്റെ EMF ഇക്വേഷൻ. E is equal to 4.44 F5 kW × T. ഇവിടെ F എന്ന് പറയുന്ന ഫ്രീക്വൻസി, 5 ഫ്ലക്സ് ആണ്, KW വൈൻഡിങ് ഫാക്ടർ ആണ്. വൈൻഡിങ് ഫാക്ടറിനെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പിച്ച് ഫാക്ടർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് എടുക്കാം. KP × KD. KW is KP × KD. KP പിച്ച് ഫാക്ടർ, KD ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, T എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്. ഇനി എഫിഷ്യൻസിയെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ ആദ്യം ഏതൊക്കെ ലോസസ് ആണ് മെഷീനിലുള്ളതെന്ന് നോക്കാം. ലോസസിനെ നമുക്ക് കോപ്പർ ലോസ് എന്നും ഫിക്സഡ് ലോസ് അല്ലെങ്കിൽ സ്ട്രേ പവർ ലോസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, കോപ്പർ ലോസ് നിങ്ങൾക്കെല്ലാം അറിയാം, I²R ആണ് കോപ്പർ ലോസ്. ഇനി ഫിക്സഡ് ലോസ് അല്ലെങ്കിൽ സ്ട്രേ പവർ ലോസ്, അത് ലോസസ് ഒക്കറിങ് ഇൻ ബിയറിംഗ്, ബ്രഷ് ഫ്രിക്ഷൻ ലോസ്, വിൻഡേജ് ലോസ്, അയൺ ലോസ്. ഇതൊക്കെയാണ് ഫിക്സഡ് ലോസ് എന്ന് പറയുന്നത്. അയൺ ലോസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസ്. ഇനി ഔട്ട്പുട്ട് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് യൂഷ്വലി കിലോ വോൾട്ട് ആംപിയർ ഔട്ട്പുട്ട് ആയിരിക്കും. സോ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ടോട്ടൽ കോപ്പർ ലോസ് പ്ലസ് ഫിക്സഡ് ലോസ് എന്ന് ഇൻപുട്ടിന് നമുക്ക് എടുക്കാം. ഇൻപുട്ട് ക്യാൻ ബി ടേക്കൺ ആസ് ഈക്വൽ ടു
കെ വി ഔട്ട്പുട്ട് പ്ലസ് ടോട്ടൽ കോപ്പർ ലോസ് പ്ലസ് ഫിക്സഡ് ലോസ്. ഇവിടെ കെ വി ഔട്ട്പുട്ട് എന്ന് എടുക്കാൻ കാരണം ഓൾട്ടർനേറ്റേഴ്സിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും അല്ലെങ്കിൽ റേറ്റിംഗ് എപ്പോഴും കിലോ വോൾട്ട് ആംബിയറിലായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റേഴ്സിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും കെ വി എയിലായിരിക്കും, കിലോ വോൾട്ട് ആംബിയറിലായിരിക്കും, ട്രാൻസ്ഫോമർ എന്നതുപോലെ. ഇനി നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ എന്താണെന്ന് നോക്കാം. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ടെർമിനൽസിലുള്ള വോൾട്ടേജ് റൈസാണ്. അതായത് ലോഡിനെ ഫുൾ ലോഡ് റേറ്റഡ് വാല്യൂവിൽ നിന്നും 0യിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ടെർമിനൽസിലുള്ള റൈസ് ഇൻ വോൾട്ടേജിനെയാണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും, അതായത് ഈ പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും, ഫീൽഡ് കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻ ചെയ്യുന്നതായിരിക്കും. ഇനി ഡെഫിനിഷൻ വൈസ് നോക്കുവാണെങ്കിൽ റൈസ് ഇൻ ടെർമിനൽ വോൾട്ടേജ് അറ്റ് ദ ടെർമിനൽസ് വെൻ ദ ലോഡ് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം ഫുൾ ലോഡ് റേറ്റഡ് വാല്യൂ ടു 0, സ്പീഡ് ആൻഡ് ഫീൽഡ് കറണ്ട് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ലോഡ് ഫുൾ ലോഡ് റേറ്റഡ് വാല്യൂവിൽ നിന്ന് 0യിലോട്ട് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ടെർമിനൽസിലുള്ള വോൾട്ടേജിൻ്റെ റൈസിനെയാണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് സ്പീഡും ഫീൽഡ് കറണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്: E0 മൈനസ് വി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു 100%. E0 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജനറേറ്റഡ് വോൾട്ടേജ് പെർ ഫേസ്, വി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് റേറ്റഡ് ടെർമിനൽ വോൾട്ടേജ് പെർ ഫേസ്. സോ ലോഡിൻ്റെ പവർ ഫാക്ടർ ആയിരിക്കും വോൾട്ടേജ് റെഗുലേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ലോഡ് നമ്മൾ യൂണിറ്റി പവർ ഫാക്ടർ അല്ലെങ്കിൽ ലാഗിങ് പവർ ഫാക്ടറിൽ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ലാഗിങ് അല്ലെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടർ, ലാഗിങ് ആൻഡ് യൂണിറ്റി പവർ ഫാക്ടറിന് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ സെർട്ടൺ ലീഡിംഗ് പവർ ഫാക്ടറിൽ ഫുൾ ലോഡ് വോൾട്ടേജ് റെഗുലേഷൻ 0 ആയിരിക്കും. ചില ലീഡിംഗ് പവർ ഫാക്ടറിൽ ഫുൾ ലോഡ് വോൾട്ടേജ് റെഗുലേഷൻ 0 ആയിരിക്കും. സോ ഫുൾ ലോഡിനും നോ ലോഡ് കണ്ടീഷനും ടെർമിനൽ വോൾട്ടേജ് എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, ലോവർ ലീഡിംഗ് പവർ ഫാക്ടറിൽ വോൾട്ടേജ് റൈസ് എപ്പോഴും ലോഡിനനുസരിച്ച്, ലോഡ് കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് റൈസ് കൂടും. വോൾട്ടേജ് ലോഡ് കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് റൈസ് ഇൻക്രീസ് ചെയ്യും. ആ സമയത്ത്, അതായത് ലോവർ ലീഡിംഗ് പവർ ഫാക്ടർ ലോഡ്സിൽ വോൾട്ടേജ് റെഗുലേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇനി വോൾട്ടേജ് റെഗുലേഷൻ ഡിറ്റർമിൻ ചെയ്യേണ്ട മെത്തേഡ്സ് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡുമാണ്. സ്മോളർ മെഷീൻസിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ EMF മെത്തേഡ്, അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് സിങ്ക്രോണസ് ഇംപീഡൻസ് മെത്തേഡ്. രണ്ടാമത്തത് MMF മെത്തേഡ് ഓർ ആംബിയർ ടേൺസ് മെത്തേഡ്. നെക്സ്റ്റ് ZPF സീറോ പവർ ഫാക്ടർ മെത്തേഡ്, അതിന് പറയുന്ന വേറൊരു പേര് പോർട്ടിയർ മെത്തേഡ്. ആൻഡ് ലാസ്റ്റ് ASA അമേരിക്കൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ മെത്തേഡ്. EMF മെത്തേഡിനെ പെസിമിസ്റ്റിക് മെത്തേഡ് എന്നാണ് പറയുന്നത്. പെസിമിസ്റ്റിക് മെത്തേഡ് കാരണം നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് റെഗുലേഷൻ ആക്ച്വൽ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് പെസിമിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നു. MMF മെത്തേഡ് അല്ലെങ്കിൽ ആംബിയർ ടേൺസ് മെത്തേഡ്, നമ്മൾ ഇതിനെ AT മെത്തേഡ് എന്നും പറയും. അതിനെ ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡ് എന്നാണ് പറയുന്നത്. കാരണം ഈ മെത്തേഡ് ഉപയോഗിച്ച് കിട്ടുന്ന വോൾട്ടേജ് റെഗുലേഷൻ ആക്ച്വൽ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഈ 4ഉം ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആണ്: EMF മെത്തേഡ്, MMF മെത്തേഡ്, ZPF മെത്തേഡ്, ASA മെത്തേഡ്. ഇനി വോൾട്ടേജ് റെഗുലേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ ഏതൊക്കെ ഡേറ്റയാണ് വേണ്ടത്, ഏതൊക്കെ ടെസ്റ്റാണ് കണ്ടക്ട് ചെയ്യേണ്ടത്? അപ്പോൾ ആവശ്യമുള്ള ഡേറ്റ ആർമേച്ചർ റെസിസ്റ്റൻസ് പെർ ഫേസ് RA, ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വേണം, ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വേണം. അപ്പോൾ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും ആർമേച്ചർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ടെസ്റ്റും നമ്മൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ RA കണ്ടുപിടിക്കാം, പിന്നെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും, ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. ഇതിൽ നിന്നുമാണ് റെഗുലേഷൻ ഡിറ്റർമിൻ ചെയ്യേണ്ട ഡേറ്റ കിട്ടുന്നത്. അടുത്തത് ഫേസ് സീക്വൻസ്. ഫേസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഓർഡറിലാണോ 3 ഫേസും അതാത് പീക്ക് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്, ആ ഓർഡറിനെയാണ് ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഈ 3 ഫേസ് ലൈൻസ് ഏത് ഓർഡറിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഫേസ് സീക്വൻസ് നമുക്ക് കിട്ടുന്നത്. ഏതെങ്കിലും ഒരു പെയർ ഓഫ് ലൈനിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഫേസ് സീക്വൻസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. 3 ഫേസ് സെറ്റപ്പിൽ 2 പോസിബിൾ ഫേസ് സീക്വൻസ് ആണ് ഉള്ളത്. RYB, R എന്ന് പറയുന്നത് റെഡ് ഫേസ്, Y എന്ന് പറയുന്നത് യെല്ലോ, B എന്ന് പറയുന്നത് ബ്ലൂ. RYB ഈ ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത് ട്രഡീഷണലി നമ്മൾ നോക്കുവാണെങ്കിൽ പോസിറ്റീവ് സീക്വൻസും RBYനെ നെഗറ്റീവ് സീക്വൻസും എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ട്രഡീഷണൽ സെറ്റപ്പ് അങ്ങനെയാണ്. അടുത്ത് ഓൾട്ടർനേറ്റേഴ്സിൻ്റെ പാരലൽ ഓപ്പറേഷൻ. പാരലൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഓൾട്ടർനേറ്ററിനെയും ബസ് ബാർ സിസ്റ്റത്തിനെയും പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് സിങ്ക്രോണൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾട്ടർനേറ്റേഴ്സിനെ പാരലലി കണക്ട് ചെയ്യുന്നതാണ് പാരലൽ ഓപ്പറേഷൻ. 2 ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്ററും ഒരു ബസ് ബാർ സിസ്റ്റം, ഇൻഫൈനൈറ്റ് ബസ് ബാർ സിസ്റ്റത്തിനെയും പാരലലി കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിങ്ക്രോണൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, റണ്ണിങ് മെഷീൻ എന്ന് പറയുന്നത് ലോഡ് ക്യാരി ചെയ്യുന്ന മെഷീനെയാണ് റണ്ണിങ് മെഷീൻ എന്ന് പറയുന്നത്. ഇൻകമിങ് മെഷീൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഏത് മെഷീനാണോ സിസ്റ്റത്തിന് പാരലലി കണക്ട് ചെയ്യേണ്ടത് ആ മെഷീന് ഇൻകമിങ് മെഷീൻ എന്നും പറയും. ലോഡ് ക്യാരി ചെയ്യുന്ന റണ്ണിങ് മെഷീൻ ഏതാണോ പാരലലി കണക്ട് ചെയ്യുന്നത് അതിനെ ഇൻകമിങ് മെഷീൻ എന്ന് പറയും. ഇനി പാരലൽ ഓപ്പറേഷന് കുറച്ച് അധികം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻകമിങ് മെഷീൻ്റെ വോൾട്ടേജും ബസ് ബാർ വോൾട്ടേജും എപ്പോഴും ഇൻകമിങ് മെഷീൻ വോൾട്ടേജിൻ്റെ ഫേസ് സീക്വൻസും ബസ് ബാർ വോൾട്ടേജിൻ്റെ ഫേസ് സീക്വൻസും എപ്പോഴും സെയിം ആയിരിക്കണം. ബസ് ബാറിൻ്റെ ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ റണ്ണിങ് മെഷീൻ്റെ ടെർമിനൽ വോൾട്ടേജും ഇൻകമിങ് മെഷീൻ്റെ ടെർമിനൽ വോൾട്ടേജും സെയിം ആയിരിക്കണം. ആദ്യത്തെ പോയിന്റ് ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. രണ്ടാമത്തത് ടെർമിനൽ വോൾട്ടേജ് സെയിം ആയിരിക്കണം. മൂന്നാമത്തത് 2 സിസ്റ്റത്തിൻ്റെയും ഫേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കണം. അടുത്തത് ടെർമിനൽ വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി, അതായത് ഇൻകമിങ് മെഷീൻ്റെയും ബസ് ബാറിൻ്റെയും ഫ്രീക്വൻസി ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. ഫ്രീക്വൻസി സെയിം അല്ലെങ്കിൽ ട്രാൻസിയൻസ് ഒക്കറാവാൻ ചാൻസ് ഉണ്ട്, ലാർജ് പവർ ട്രാൻസിയൻസ് ഒക്കറാവാൻ ചാൻസ് ഉണ്ട്. സോ പാരലൽ ഓപ്പറേഷന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം, ടെർമിനൽ വോൾട്ടേജ് സെയിം ആയിരിക്കണം, ഫേസ് ആംഗിൾ സെയിം ആയിരിക്കണം, ഫ്രീക്വൻസി ഓഫ് ടെർമിനൽ വോൾട്ടേജും സെയിം ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ പാരലൽ ഓപ്പറേഷൻ. ഇനി ഈ പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സോ പ്രൊഡക്ഷൻ പ്ലേസിൽ ഓൾട്ടർനേറ്ററിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ എന്താണ്, കണ്ടിന്യൂറ്റി ഇൻ സപ്ലൈ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കൺസ്യൂമേഴ്സിന് പവർ കട്ട് അല്ലെങ്കിൽ പവർ നമുക്ക് പവർ കട്ട് വരികയില്ല. കണ്ടിന്യൂറ്റി ഇൻ സപ്ലൈ നമുക്ക് അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ എഫിഷ്യൻറ്റും എക്കണോമിക്കലുമാവും. സോ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ പാരലലി കണക്ട് ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, നമുക്ക് റിക്വയർമെൻ്റ് അനുസരിച്ച് പവർ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാ പറയുന്നത് അറേഞ്ച്മെൻറ്റ് ഹെൽപ്സ് ഇൻ മീറ്റിംഗ് റിക്വയർമെൻറ്റ് ഓഫ് ലാർജ് ഓൾട്ടർനേറ്റർ ത്രൂ മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റേഴ്സ് ആൻഡ് ദിയർ അറേഞ്ച്മെൻറ്റ് ഇൻ പാരലൽ ഓപ്പറേഷൻ. ഇപ്പോൾ നമുക്ക് കപ്പാസിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ പാരലലി നമുക്ക് ഓൾട്ടർനേറ്റേഴ്സിനെ കണക്ട് ചെയ്യാമല്ലോ. പാരലലി കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതൊക്കെയാണ് പാരലൽ ഓപ്പറേഷൻ്റെ അഡ്വാൻറ്റേജസ്. അടുത്ത് നമുക്ക് സിങ്ക്രോണൈസിങ് പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സ്റ്റേഷനറി ഓൾട്ടർനേറ്ററിനെ ഒരിക്കലും ലൈവ് ബസ് ബാറിൽ കണക്ട് ചെയ്യില്ല. കണക്ട് ചെയ്താൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും, കാരണം ഇൻഡ്യൂസ്ഡ് EMF 0 ആയതുകൊണ്ട്. സോ സിങ്ക്രോണൈസിങ് പ്രൊസീജിയറും അതായത് പല ടൈപ്പ് ഓഫ് സിങ്ക്രോണൈസിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം ജനറലി നമുക്കതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് യൂസിങ് സിങ്ക്രോണൈസിങ് ലാംപ്സ്, രണ്ടാമത്തത് സിങ്ക്രോസ്കോപ്പ്. സിങ്ക്രോണൈസിങ് ലാമ്പ് മെത്തേഡ് എഗെയിൻ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 3 ഡാർക്ക് ലാമ്പ് മെത്തേഡും 2 ബ്രൈറ്റ് 1 ഡാർക്ക് ലാമ്പ് മെത്തേഡ്. 3 ഡാർക്ക് ലാമ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഫേസ് സീക്വൻസ് ഡിറ്റർമിൻ ചെയ്യാനാണ്. 2 ബ്രൈറ്റ് 1 ഡാർക്ക് ലാമ്പ് യൂസ് ചെയ്യുന്നത് ഇൻകമിങ് മെഷീൻ്റെ ഫ്രീക്വൻസി സപ്ലൈ ഫ്രീക്വൻസിയേക്കാളും കൂടുതലാണോ കുറവാണോ എന്നുള്ളത് മനസ്സിലാക്കാനാണ് 2 ബ്രൈറ്റ് 1 ഡാർക്ക് ലാമ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. 3 ഡാർക്ക് ലാമ്പ് ഫേസ് സീക്വൻസ് ഡിറ്റർമിൻ ചെയ്യാൻ. ഓക്കെ, അടുത്തത് സിങ്ക്രോസ്കോപ്പ്. സിങ്ക്രോസ്കോപ്പ് ഈ 2 ബ്രൈറ്റ് 1 ഡാർക്ക് ലാമ്പ് മെത്തേഡിന് സിമിലർ ആണ്. ഇൻകമിങ് മെഷീൻ വോൾട്ടേജിനെ
ത്രീ ഫേസ് സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഈ സിങ്ക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ കമ്പയർ ദ ഇൻകമിംഗ് വോൾട്ടേജ് ഓഫ് ദ മെഷീൻ കൺസേണിങ് ദ ത്രീ ഫേസ് സിസ്റ്റം. ഇനി സിങ്ക്രോസ്കോപ്പിൻ്റെ ഫങ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നതാണ്, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് സിങ്ക്രോസ്കോപ്പ്. ഓക്കെ, ഇവിടെ നമുക്കൊരു സ്കെയിൽ ഉണ്ടാവും. സ്കെയിലിൽ 2 ആരോ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് പോയിൻ്ററിൻ്റെ റൊട്ടേഷൻ ഇൻഡിക്കേറ്റ്, ഇതാണ് നടുക്കുള്ളത് പോയിൻ്റർ, അതിൻ്റെ റൊട്ടേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് 2 ആരോ മാർക്ക് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റിലോട്ട് സ്ലോയും റൈറ്റിലോട്ട് ഫാസ്റ്റും, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്ലോയും ക്ലോക്ക് വൈസിൽ ഫാസ്റ്റ്. സോ ഈ ആരോ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പോയിൻ്ററിൻ്റെ റൊട്ടേഷനാണ്. ഓക്കെ, ആരോ ഇൻഡിക്കേറ്റ്സ് ദി ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഓഫ് ദ പോയിൻ്റർ. ക്ലോക്ക് വൈസ് ആരോ എന്താ കാണിച്ചേക്കുന്ന? ക്ലോക്ക് വൈസിൽ എന്താ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഫാസ്റ്റ്. അതായത് 2 ഫാസ്റ്റ് മൂവ്മെൻറ്റിനെയാണ് ക്ലോക്ക് വൈസ് ആരോ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആരോ ഡിറ്റർമിൻ ചെയ്യുന്നത് സ്ലോ റൊട്ടേഷൻ ഓഫ് ഇൻകമിംഗ് മെഷീൻ. ഇനി എപ്പോഴും ഓൾട്ടർനേറ്ററിൻ്റെ കപ്പാസിറ്റി KVA, കിലോ വോൾട്ട് ആംപിയറിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി കിലോ വോൾട്ട് ആംപിയർ റേറ്റിംഗ് അല്ലെങ്കിൽ കപ്പാസിറ്റി അറിയാമെങ്കിൽ നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് കിലോ വാട്ട് കണ്ടുപിടിക്കാം. ഫോർമുല കിലോ വാട്ട് എന്ന് പറയുന്നത് KVA ഇൻറ്റു പവർ ഫാക്ടർ, അതായത് cos 5. ഇതുപയോഗിച്ച് നമുക്ക് കിലോ വാട്ട് കണ്ടുപിടിക്കാം, കപ്പാസിറ്റി ഇൻ കിലോ വാട്ട് കണ്ടുപിടിക്കാം. സോ അടുത്തത് സിങ്ക്രോണസ് മോട്ടറാണ്. ഇതുവരെ നമ്മൾ ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ സിങ്ക്രോണസ് ജനറേറ്റർ അല്ലെങ്കിൽ AC ജനറേറ്ററിനെ കുറിച്ചാണ് നോക്കിയത്. നമുക്കടുത്തിനി സിങ്ക്രോണസ് മോട്ടറിനെ കുറിച്ച് നോക്കാം. സിങ്ക്രോണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടർ വിച്ച് ഈസ് റണ്ണിങ് അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ്. ആ സ്പീഡിനെ നമ്മൾ സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയും. ആ മോട്ടറിനെയാണ് സിങ്ക്രോണസ് മോട്ടർ എന്ന് പറയും. സോ സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത് ഏത് കോൺസ്റ്റൻറ്റ് സ്പീഡിലാണോ മോട്ടർ EMF ജനറേറ്റ് ചെയ്യുന്നത് ആ സ്പീഡിനെയാണ് സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത്. സിങ്ക്രോണസ് മോട്ടർ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്പീഡ് ഫിക്സഡ് ആയിരിക്കും, അതിനൊരൊറ്റ സ്പീഡേ ഉള്ളൂ, അതിനെയാണ് സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് സപ്ലൈ ഫ്രീക്വൻസി ആയിട്ട് സിങ്ക്രോണൈസ്ഡ് ആയിരിക്കും. സിങ്ക്രോണസ് സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല NS ഈസ് ഈക്വൽ ടു 120 F/P. കൺസ്ട്രക്ഷൻ നോക്കുവാണെങ്കിൽ 2 മെയിൻ പാർട്സ് ഉണ്ട്, സ്റ്റേറ്ററും റോട്ടറും. സ്റ്റേറ്റർ സ്റ്റേഷനറി പാർട്ടും റോട്ടർ റൊട്ടേറ്റിംഗ് പാർട്ടും. സോ സ്റ്റേറ്റർ ആർമേച്ചർ വൈൻഡിങ്ങിനെ ക്യാരി ചെയ്യുന്നു. ആർമേച്ചർ വൈൻഡിങ് ആണ് മെയിൻ വൈൻഡിങ്. ആ ആർമേച്ചർ വൈൻഡിങ്ങിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. റോട്ടർ ഫീൽഡ് വൈൻഡിങ്ങിനെ ക്യാരി ചെയ്യുന്നു. സോ റോട്ടർ 2 രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ നോക്കിയായിരുന്നു, സാലിയൻ പോൾ ടൈപ്പ് റോട്ടറും നോൺ സാലിയൻ പോൾ ടൈപ്പ് റോട്ടറും. യൂഷ്വലി സിങ്ക്രോണസ് മോട്ടർ സാലിയൻ പോൾ ടൈപ്പ് റോട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഈ റോട്ടറിൽ സ്റ്റീൽ ലാമിനേഷൻസ് ഉണ്ടായിരിക്കും. സ്റ്റീൽ ലാമിനേഷൻസ് എന്തിനാണ്? എഡി കറണ്ട് ലോസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് സ്റ്റീൽ ലാമിനേഷൻസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വർക്കിംഗ് നോക്കാം. ഈ മെഷീന് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇല്ല. ഓക്കെ, സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത് നമുക്ക് നോക്കാം. സ്റ്റേറ്ററും റോട്ടറും സെപ്പറേറ്റ് ആയിട്ടാണ് എക്സൈറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്ററിനെ 3 ഫേസ് സപ്ലൈ ഉപയോഗിച്ചും റോട്ടറിനെ DC സപ്ലൈ ഉപയോഗിച്ചുമാണ് എക്സൈറ്റ് ചെയ്യുന്നത്. 3 ഫേസ് സപ്ലൈ സ്റ്റേറ്ററിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടറിൻ്റെയും സ്റ്റേറ്ററിൻ്റെയും ഗ്യാപ്പിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഫീൽഡിന് മൂവിങ് പൊളാരിറ്റീസ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ RMF എന്നാണ് നമ്മൾ പറയുന്നത്. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം സ്റ്റേറ്ററിൽ നോർത്ത് പോളും സൗത്ത് പോളും ഡെവലപ്പ് ചെയ്യുന്നു. റോട്ടറിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് DC സപ്ലൈ ഉപയോഗിച്ചാണ് റോട്ടറിനെ എക്സൈറ്റ് ചെയ്യുന്നത്. സോ ഈ DC സപ്ലൈ എന്ത് ചെയ്യുന്നു? റോട്ടറിൽ നോർത്ത് പോളും സൗത്ത് പോളും ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം സ്റ്റേറ്ററിൽ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം നോർത്തും സൗത്ത് പോളും സ്റ്റേറ്ററിൽ എവിടെ ഡെവലപ്പ് ചെയ്യുന്നു. റോട്ടറിൽ DC സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഇൻഡ്യൂസ് ചെയ്യുന്നു. DC സപ്ലൈ കോൺസ്റ്റൻ്റ് ആണല്ലോ. സോ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻ ചെയ്യും. സോ ഈ ഫ്ലക്സിന് ഫിക്സഡ് പൊളാരിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു എൻഡിൽ നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യുന്നു, മറ്റേ എൻഡിൽ സൗത്ത് പോൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇനി ഇപ്പം നോർത്ത് പോളും സൗത്ത് പോളും റോട്ടറിലും ഡെവലപ്പ് ചെയ്യുന്നു, സ്റ്റേറ്ററിലും ഡെവലപ്പ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ സ്റ്റേറ്ററിൻ്റെ പോൾസിലോട്ട് റോട്ടർ അട്രാക്റ്റ് ചെയ്യുന്നു.
സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ അത് റിപ്പൽ ചെയ്യുന്നു. കാരണം ഇങ്ങ് നോക്കിക്കേ, നോർത്തും സൗത്തും ആയിരിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഈ നോർത്തും ആയിരിക്കുമ്പോഴത്തേക്കും അത് റിപ്പൽ ആവുന്നു. സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ നേരെ തിരിയുന്നു, സൗത്ത് പോളും നോർത്ത് പോളും മാറുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, അത് അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ റിപ്പൽഷൻ സംഭവിക്കുന്നു. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഒരു ഹാഫ് സൈക്കിളിൽ അട്രാക്ഷൻ, മറ്റേ ഹാഫ് സൈക്കിളിൽ റിപ്പൽഷൻ സംഭവിക്കുന്നു. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് റിപ്പൽഷൻ ആണ്, കാരണം നോർത്ത് പോളും ആയിരിക്കുമ്പോഴത്തേക്കും റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ഹാഫ് സൈക്കിളിൽ റിപ്പൽഷനും മറ്റേ ഹാഫ് സൈക്കിളിൽ അട്രാക്ഷനും സംഭവിക്കുന്നു. സോ റോട്ടാർ ബിക്കംസ് പൾസേറ്റഡ് വൺലി അറ്റ് വൺ പ്ലേസ്. ഇതുകൊണ്ട് അട്രാക്ഷനും റിപ്പൽഷനും ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നത് കൊണ്ട് എന്താണ്, സിങ്ക്രോണസ് മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. നെറ്റ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 0 ആയിരിക്കും. സോ ഒന്ന് അട്രാക്ഷൻ, മറ്റേ മോഡ് റിപ്പൽഷൻ ആണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ടോർക്ക് ഡെവലപ്പ് ചെയ്യുമ്പം നെറ്റ് ടോർക്ക് ജനറേറ്റഡ് 0 ആയിരിക്കും. സോ സിങ്ക്രോണസ് മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. ഇനി മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പ്രൈം മൂവർ യൂസ് ചെയ്യുന്നു. പ്രൈം മൂവർ റോട്ടറിനെ സിങ്ക്രോണസ് സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ റോട്ടർ സിങ്ക്രോണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇനി പ്രൈം മൂവറിൻ്റെ ആവശ്യമില്ല. സോ പ്രൈം മൂവറിനെ മോട്ടറിൽ നിന്നും ഡിസ്കണക്റ്റ് ചെയ്യുന്നു. റോട്ടറിലോട്ട് DC സപ്ലൈ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ എൻഡിൽ റോട്ടറിൻ്റെ എൻഡ്സിൽ നോർത്ത് പോളും സൗത്ത് പോളും ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് DC സപ്ലൈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഡാമ്പർ വൈൻഡിങ് എന്താണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു സിങ്ക്രോണസ് മോട്ടോഴ്സ് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലേ, നെറ്റ് ടോർക്ക് ഡെവലപ്ഡ് 0 ആയതുകൊണ്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. ഇനി അതിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണ്ടേ, മെഷീനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണ്ടേ. അപ്പോൾ അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഡാമ്പർ വൈൻഡിങ് യൂഷ്വലി സ്ക്വറൽ കേജ് ടൈപ്പ് ആയിരിക്കും. സോ സിങ്ക്രോണസ് മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. ഇതിനെ എങ്ങനെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും? ഒരു സ്പെഷ്യൽ വൈൻഡിങ്, റോട്ടർ പോളിൽ ഒരു സ്പെഷ്യൽ വൈൻഡിങ് യൂസ് ചെയ്യുന്നു. അതിന് നമ്മൾ ഡാമ്പർ വൈൻഡിങ് അല്ലെങ്കിൽ സ്ക്വറൽ കേജ് വൈൻഡിങ് എന്ന് പറയുന്നു. സ്ക്വറൽ കേജ് വൈൻഡിങ്ങിൽ ഷോർട്ട് സർക്യൂട്ടഡ് കോപ്പർ ബാർസ് ഉണ്ട്. അതായത് റോട്ടർ പോൾ ഫേസിൽ ഷോർട്ട് സർക്യൂട്ടഡ് കോപ്പർ ബാർസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഓസിലേഷൻസിനെ ഡാമ്പ് ഔട്ട് ചെയ്യുന്നു. അതായത് ലോഡ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും മെഷീൻ സിങ്ക്രണൈസ്ഡ് പൊസിഷനിലായിരിക്കുന്ന സമയത്ത് ലോഡ് നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഓസിലേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, റോട്ടർ ഓസിലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ആ ഓസിലേഷൻസിനെ ഡാമ്പ് ഔട്ട് ചെയ്യാനാണ് ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഡാമ്പർ വൈൻഡിങ് സിങ്ക്രോണസ് മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, കാരണം പ്രോപ്പറായിട്ടുള്ള സ്റ്റാർട്ടിംഗ് ടോർക്ക് അത് പ്രൊവൈഡ് ചെയ്യും. ഇനി ഡാമ്പർ വൈൻഡിങ്ങിൻ്റെ വേറൊരു ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഓസിലേഷൻസ് ഉണ്ടാവുന്നത് കാരണം അതായത് റോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ ഹണ്ടിങ് എന്ന് പറയും. അതായത് ഒരു ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ അച്ചീവ് ചെയ്യാതെ റോട്ടർ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഹണ്ടിങ് എന്നാണ് പറയുന്നത്. ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്ത് ആ ഹണ്ടിങ്ങിനെ നമുക്ക് സപ്രസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു ലോഡ് ചേഞ്ച് വരുമ്പോഴത്തേക്കും, അതായത് ലോഡ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴോ എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്യുമ്പോഴോ വേറെ എന്തെങ്കിലും കണ്ടീഷൻ, റോട്ടറിൻ്റെ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുമ്പോഴോ എന്ത് ചെയ്യും, മോട്ടർ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ, അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ ടു ആൻഡ് ഫ്രോ ആയിട്ട് ഓസിലേറ്റ് ചെയ്യും, റെസ്റ്റ് ചെയ്യാണ്ട് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ചില സമയത്ത് ഈ ഓസിലേഷൻസ് വയലൻ്റ് ആവും. അത് കാരണം സിങ്ക്രോണിസം ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് മോട്ടർ റെസ്റ്റിലോട്ട് അല്ലെങ്കിൽ ഹോൾട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ പ്രോസസ്സിനെ ഹണ്ടിങ് എന്ന് പറയുന്നു. ഈ ഓസിലേഷൻസ് അതിനെ ഹണ്ടിങ് എന്ന് പറയുന്നു. ഹണ്ടിങ് മിനിമൈസ് ചെയ്യാനും ഡാമ്പർ വൈൻഡിങ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് യൂസ് ഫോർ സെൽഫ് സ്റ്റാർട്ടിങ് ആൻഡ് ഓൾസോ ഫോർ സപ്രസിങ് ദി ഹണ്ടിങ്. അടുത്ത് നമുക്ക് വി ആൻഡ് ഇൻവേർട്ടഡ് വി കർവിനെ കുറിച്ച് നോക്കാം. ഓക്കെ, സോ ആർമേച്ചർ കറണ്ടിനും ഫീൽഡ് കറണ്ടിനും എക്രോസ് ആയിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന കർവിനെയാണ് വി കർവ് എന്ന് പറയുന്നത്. ഈ കർവിൻ്റെ ഷേപ്പ് വി അതായത് ഈ കർവ് വി എന്ന ആകൃതിയിലിരിക്കുന്നത് കൊണ്ടാണ് വി കർവ് എന്ന് പറയുന്നത്. ഇതാണ് വി കർവ്. സോ വി കർവ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറണ്ടിൻ്റെയും ഫീൽഡ് കറണ്ടിൻ്റെയും വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫിനെയാണ് വി കർവ് എന്ന് പറയുന്നത്. So armature point at which unity power factor occurs is at the point where armature current is minimum. Armature current minimum ആയിരിക്കുന്ന സമയത്തായിരിക്കും യൂണിറ്റി പവർ ഫാക്ടർ ഒക്കർ ആവുന്നത്. ഓക്കെ, ആർമേച്ചർ കറണ്ട് മിനിമം ആയിരിക്കുന്ന സമയത്തായിരിക്കും യൂണിറ്റി പവർ ഫാക്ടർ ഒക്കർ ആവുന്നത്. സോ എല്ലാ
അതായത് നമ്മൾ കുറേ വി കർവ്സ് ഇവിടെ പല പവർ ഫാക്ടറിനാണ് വി കർവ് വരച്ചേക്കുന്നത്. 0.8 ലാഗിങ്, 0.8 ലീഡിങ്, യൂണിറ്റി പവർ ഫാക്ടറിനൊക്കെയാണ് പല പവർ ഫാക്ടർ കാണിച്ചിട്ടുണ്ട്. പല ലോഡിനും, ഫുൾ ലോഡ്, ഹാഫ് ലോഡ്, നോ ലോഡ്, എല്ലാത്തിനും ഫുൾ ലോഡ്, ഹാഫ് ലോഡ്, നോ ലോഡിൽ റൺ ചെയ്താണ് നമ്മൾ വി കർവ് വരച്ചേക്കുന്നത്. സോ curve connecting lowest point of all the V curves for various power factor level is called as unity power factor compounding curve. അടുത്തത് ഇൻവേർട്ടഡ് വി കർവ്. പവർ ഫാക്ടറിനും ഫീൽഡ് കറണ്ടിനും ഉള്ള റിലേഷൻ കാണിക്കുന്ന ഗ്രാഫിനെയാണ് ഇൻവേർട്ടഡ് വി കർവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷേപ്പ് വി ഇൻവേർട്ട് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇൻവേർട്ടഡ് വി കർവ് എന്ന് പറയുന്നത്. അതും നമ്മൾ ഹാഫ് ലോഡ്, ഫുൾ ലോഡ്, നോ ലോഡിനാണ് ഇൻവേർട്ടഡ് വി കർവ്സ് വരയ്ക്കുന്നത്. സോ ലെഫ്റ്റ് സൈഡിൽ ലാഗിങ് പവർ ഫാക്ടർ, റൈറ്റ് സൈഡിൽ ലീഡിങ് പവർ ഫാക്ടറാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കർവ് ബിറ്റ്വീൻ പവർ ഫാക്ടർ ആൻഡ് ഫീൽഡ് കറണ്ട് അറ്റ് ഡിഫറെൻറ്റ് ലോഡ്സ്. അടുത്ത് നമുക്ക് പവർ ഫാക്ടർ കറക്ഷൻ എന്താണെന്ന് നോക്കാം. സോ എ സി സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടറിനെ യൂണിറ്റി വാല്യൂ അല്ലെങ്കിൽ 1 അടുപ്പിച്ച് കൊണ്ടുവരുന്നതിനെയാണ് പവർ ഫാക്ടർ കറക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. ആ എക്യുപ്മെൻറ്റ് റിയാക്റ്റീവ് പവർ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ സപ്ലൈ ചെയ്യും, സർക്യൂട്ടിലോട്ട് സപ്ലൈ ചെയ്യും. സോ ആ പ്രോസസ്സിനെയാണ് പവർ ഫാക്ടർ കറക്ഷൻ എന്ന് പറയുന്നത്. പവർ ഫാക്ടർ കറക്ഷൻ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് കപ്പാസിറ്റർ ഉപയോഗിച്ചായിരിക്കും. കപ്പാസിറ്ററും സിങ്ക്രോണസ് മോട്ടറും സർക്യൂട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരിക്കും പവർ ഫാക്ടർ കറക്ഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി പവർ ഫാക്ടർ കറക്ഷൻ ട്രൂ പവറിനെ വേരി ചെയ്യില്ല അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യില്ല, പക്ഷേ അപ്പാരൻറ്റ് പവറിനെ റെഡ്യൂസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ലോഡിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന ടോട്ടൽ കറണ്ടിനെയും അത് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, പവർ ഫാക്ടർ കറക്ഷൻ കാരണം ട്രൂ പവറിന് യാതൊരു വേരിയേഷനും വരുന്നില്ല, റിയൽ പവറിന് യാതൊരു വേരിയേഷനും വരുന്നില്ല. അപ്പാരൻറ്റ് പവറും ലോഡിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന ടോട്ടൽ കറണ്ടും റെഡ്യൂസ് ചെയ്യും. ഇനി പവർ ഫാക്ടർ കറക്ഷൻ അല്ലെങ്കിൽ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യേണ്ട എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പറയുന്ന എക്യുപ്മെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്റ്റാറ്റിക് കപ്പാസിറ്റർ, ബൈ യൂസിങ് സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ്, സിങ്ക്രോണസ് കണ്ടൻസേഴ്സ് ആൻഡ് ഫേസ് അഡ്വാൻസേഴ്സ്. ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തത് സ്റ്റാറ്റിക് കപ്പാസിറ്റർ. എക്യുപ്മെൻറ്റിന് പാരലലായിട്ട് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്താൽ ലാഗിങ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ലാഗിങ് റിയാക്റ്റീവ് കമ്പോണൻ്റ് ഉണ്ടല്ലോ, ലോഡ് കറണ്ടിൻ്റെ ലാഗിങ് റിയാക്റ്റീവ് കമ്പോണൻറ്റിനെ നമുക്ക് പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലീഡിങ് കറണ്ട് ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ലീഡിങ് കറണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്? കപ്പാസിറ്ററാണ് ലീഡിങ് കറണ്ട് ഡ്രോ ചെയ്യുന്നത്. സോ ഈ കപ്പാസിറ്ററിനെയാണ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ലാഗിങ് പവർ ഫാക്ടർ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? കപ്പാസിറ്റേഴ്സിനെ എക്യുപ്മെൻറ്റിൻ്റെ പാരലൽ കണക്ട് ചെയ്ത് നമുക്ക് ലാഗിങ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഈ കപ്പാസിറ്റേഴ്സിനെ നമുക്ക് ഡെൽറ്റ അല്ലെങ്കിൽ സ്റ്റാർ കണക്ഷനിൽ കണക്ട് ചെയ്യാൻ പറ്റും പവർ ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യാൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ ലോസസ് കുറവായിരിക്കും, റൊട്ടേറ്റിംഗ് പാർട്സ് ഇല്ലാത്തത് കൊണ്ട് മെയിൻ്റനൻസ് കുറവായിരിക്കും, ലൈറ്റ് വെയിറ്റ് ആണ്. അതുമാത്രമല്ല ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓർഡിനറി അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോഡ് കറണ്ടിൻ്റെ ലാഗിങ് റിയാക്റ്റീവ് കോമ്പോണൻറ്റ് ഈ കപ്പാസിറ്റർ ഡ്രോ ചെയ്യുന്ന ലീഡിങ് കറണ്ട് യൂസ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ലോഡിൻ്റെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ലോസസ് കുറവാണ്, മെയിൻ്റനൻസ് കുറവാണ്, ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ലൈഫ് പീരിയഡ് കുറവാണ്. 8 to 10 years ആണ് അതിൻ്റെ ലൈഫ്. ഡാമേജ്ഡ് കപ്പാസിറ്ററിൻ്റെ റിപ്പയർ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് സിങ്ക്രോണസ് കണ്ടൻസർ. സോ സിങ്ക്രോണസ് മോട്ടർ കപ്പാസിറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യും. എപ്പോഴാണ്? ഓവർ എക്സൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും. ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടർ കപ്പാസിറ്റർ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. കാരണം അത് ലീഡിങ് കറണ്ട് ഡ്രോ ചെയ്യും. സോ നോ ലോഡിൽ റൺ ചെയ്യുമ്പോഴത്തേക്കും ഓവർ എക്സൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് സിങ്ക്രോണസ് കണ്ടൻസർ എന്ന് പറയും. സിങ്ക്രോണസ് കണ്ടൻസറിനെ സിങ്ക്രോണസ് കോമ്പൻസേറ്റർ അല്ലെങ്കിൽ സിങ്ക്രോണസ് ഫേസ് മോഡിഫയർ എന്നും പറയാം. സോ സിങ്ക്രോണസ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ മോട്ടർ വിത്തൗട്ട് എനി മെക്കാനിക്കൽ ലോഡ്. ഓക്കെ, ഇത്
റിയാക്റ്റീവ് വോൾട്ടാമ്പിയർ, അതായത് വോൾട്ടാമ്പിയർ റിയാക്റ്റീവ് ജനറേറ്റ് ചെയ്യാം, അബ്സോർബ് ചെയ്യാം. എങ്ങനെ? ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റേഷനെ വേരി ചെയ്ത്. സോ ഓവർ എക്സൈറ്റ് ചെയ്യുമ്പോൾ, ഫീൽഡ് വൈൻഡിങ്ങിനെ ഓവർ എക്സൈറ്റ് ചെയ്യുമ്പോൾ അത് ലീഡിങ് കറണ്ട് ഡ്രോ ചെയ്യും, അല്ലെങ്കിൽ ലീഡിങ് കറണ്ട് അത് ടേക്ക് ചെയ്യും. ഇനി ഇൻഡക്റ്റീവ് ലോഡ്, ഇതെന്താണെന്ന് വെച്ചാൽ കപ്പാസിറ്റീവ് വോൾട്ടാമ്പിയർ റിയാക്റ്റീവ്, കപ്പാസിറ്റീവ് VAR അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് VAR ഡെലിവർ ചെയ്യും. ഓക്കെ. അണ്ടർ എക്സൈറ്റഡ് അല്ലെങ്കിൽ എക്സൈറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ ലാഗിങ് കറണ്ട് ആയിരിക്കും ഡ്രോ ചെയ്യുന്നത്. എക്സൈറ്റഡ് കണ്ടീഷനിൽ ലാഗിങ് കറണ്ട് ഡ്രോ ചെയ്യും. സോ ആ സമയത്ത് കപ്പാസിറ്റീവ് വോൾട്ടാമ്പിയർ റിയാക്റ്റീവ് സപ്ലൈ ചെയ്യും, അതായത് പവർ. കപ്പാസിറ്റീവ് VAR എന്ന് പറയുന്ന വോൾട്ടാമ്പിയർ റിയാക്റ്റീവ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവറാണ്. റിയാക്റ്റീവ് പവർ അല്ലെങ്കിൽ VAR എന്ന് പറയുന്ന റിയാക്റ്റീവ് പവറാണ്. സോ എക്സൈറ്റഡ് കണ്ടീഷനിൽ കപ്പാസിറ്റീവ് റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റീവ് പവർ അബ്സോർബ് ചെയ്യും. ഓക്കെ. സോ കറണ്ട് ഡ്രോൺ ബൈ സിങ്ക്രോണസ് കപ്പാസിറ്റർ ഓർ കണ്ടൻസർ, ഇറ്റ് ക്യാൻ ബി വേരിഡ് ഫ്രം ലാഗിങ് ടു ലീഡിങ്. എങ്ങനെയാണ് നമുക്ക് കറണ്ടിനെ വേരി ചെയ്യാൻ പറ്റുക? എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ. സോ ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടറിനെയാണ് സിങ്ക്രോണസ് കണ്ടൻസർ എന്ന് പറയുന്നത്. അടുത്തത് ഫേസ് അഡ്വാൻസർ ആണ്. സോ ലോ പവർ ഫാക്ടർ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനാണ് ഫേസ് അഡ്വാൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ലോ പവർ ഫാക്ടർ ഇൻഡക്ഷൻ മോട്ടറിൽ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനാണ് ഫേസ് അഡ്വാൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റർ വൈൻഡിങ് എക്സൈറ്റിംഗ് കറണ്ട് ഡ്രോ ചെയ്യും. സോ ഈ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു, 90 ഡിഗ്രീസിൽ വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു. അത് കാരണം പവർ ഫാക്ടർ റെഡ്യൂസ് ചെയ്യുന്നു. ഫേസ് അഡ്വാൻസർ എന്ന് പറഞ്ഞാൽ അതൊരു AC എക്സൈറ്റർ ആണ്. റോട്ടർ സർക്യൂട്ടിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. 200 HP, അതായത് 200 HP കപ്പാസിറ്റിയെക്കാളും കുറവുള്ള മോട്ടേഴ്സിന് നമുക്ക് ഫേസ് അഡ്വാൻസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ ഫേസ് അഡ്വാൻസേഴ്സും പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. ലോ പവർ ഫാക്ടർ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പവർ ഇംപ്രൂവ് ചെയ്യാനാണ് ഫേസ് അഡ്വാൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. റോട്ടർ സർക്യൂട്ടിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ മോട്ടറിൻ്റെ ഷാഫ്റ്റിലായിരിക്കും ഇത് നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സ് 3 സ്റ്റാറ്റിക് കപ്പാസിറ്റർ, സിങ്ക്രോണസ് കണ്ടൻസർ, ഫേസ് അഡ്വാൻസേഴ്സ്, ഇത് ഇത്രയും യൂസ് ചെയ്ത് നമുക്ക് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ.